കുട്ടികളില്ലാത്തവർ കേൾക്കുന്നെങ്കിൽ ഒറ്റ കാര്യം തീരുമാനിച്ചോണം, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ ദൈവം നിനക്ക് തരും. 10 വർഷം കുട്ടികളില്ലായിരുന്നു. 2 പേരുടെ സാക്ഷ്യം. അവർ പക്ഷേ വർഷങ്ങളായിട്ട് ചെറിയ കൊച്ചുടുപ്പൊക്കെ മേടിച്ച് വെച്ചും അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 8, 9, 10 വർഷം ഇവർക്ക് തലമുറകളില്ലെന്ന് കണ്ടപ്പോൾ ഞാനന്ന് പറഞ്ഞു, ഞാൻ 1 ഗ്ലാസ് വെള്ളം ഞാൻ പ്രാർത്ഥിച്ച് തരട്ടെ എന്ന്. അത്രയും മാത്രമേ ഞാൻ പറഞ്ഞു. ഈ വെള്ളത്തിന് എന്ത് ചെയ്യാൻ കഴിയും? അത് പാസ് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ ആ വെള്ളം കൊടുത്ത ഒരു സന്തോഷത്തോടെ കുടിച്ചു. അതിനുശേഷം 2 3 മാസം കഴിഞ്ഞാണ്. വെള്ളം കൊടുത്തത് കൊണ്ടല്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടല്ല, എന്നെ ദൈവം ഒരു മുഖാന്തരമായി ഉപയോഗിച്ചു. അത്രയും മാത്രം എനിക്ക് പറയാം. കാരണം അവർ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നത്. 3 തലമുറകളെ ദൈവം കൊടുത്തു. പിന്നെ എൻ്റെ ഒരു അനന്തരവളാണ്. അവള് ഇതുപോലെ വന്ന സമയത്ത് 10 വർഷമായെന്ന് പറഞ്ഞു. അന്നും നിന്റെ ഭാര്യ വീട്ടിൽ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കുമെന്നുള്ള വാഗ്ദത്തം, ദൈവിക വാഗ്ദത്തമായിരിക്കും. അവരും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിൽ പിൻപിൽ ചില അവകാശങ്ങളുണ്ട്. അതിനെ പൊട്ടിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് ആ കുഞ്ഞിന് 4, 5, 6 വയസ്സുണ്ട്. ദൈവം പ്രവർത്തിക്കും. അത് ദൈവം വിശ്വസ്തനാണ്. അബ്രഹാം ആദ്യം പറയുന്നു, എനിക്ക് മക്കളില്ലല്ലോ, ബാല്യക്കാരനായ എലൈസറാണ് എൻ്റെ അവകാശി. ദൈവം പറഞ്ഞ അവനായിരിക്കത്തില്ല. ഇസ്മായിലിനെ കിട്ടിയപ്പോൾ ഹാഗറിലൂടെ അവനായാലും മതി എന്ന് പറഞ്ഞു. ദൈവം മാറിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ദൈവം ഇസ്ഹാക്കിനെ കൊടുക്കുന്ന 25 വർഷത്തിന് ശേഷം ദൈവം പിന്മാറിയില്ല. അബ്രഹാം പ്രായമാണെന്ന് വിചാരിച്ച് സാറ ചിരിച്ചു. അവർ വാഗ്ദത്തത്തിൽ നിന്ന് മാറാൻ തുടങ്ങി. പക്ഷെ ദൈവം മാറിയില്ല കേട്ടോ. നന്ദിയോടെ സ്തുതിക്കുന്നു. എന്നെ കുറിച്ച് നമുക്കറിയാം. പുരോഹിതൻ നോക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്നു. പുരോഹിതൻ പറയേണ്ടി വന്നു, നിന്റെ വീഞ്ഞിറങ്ങട്ടെ. വേദന സഹിച്ച് ശക്തമായ ഒരു തീരുമാനത്തോട് അവൾ ദൈവസന്നിധിയിൽ അവൾ കരയുകയാണ്. അവൾ പറഞ്ഞ, മനോമിഷമുള്ള സ്ത്രീ, എൻ്റെ ഹൃദയം പകരുകയാണ്, എനിക്ക് തലമുറകളില്ല. പക്ഷെ പുരോഹിതൻ, പ്രായമുള്ള ആ ഏലി, അദ്ദേഹം പറയുന്ന ഒരു ഭാഗമുണ്ട്, ഇസ്രായേലിന്റെ ദൈവം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകട്ടെ. അവൾ അങ്ങനെ ആ വീട് സ്വീകരിച്ചപ്പോൾ അവിടെ മുഖം പിന്നെ വാടിയില്ല. പിറ്റേ ആണ്ടിൽ ഹന്ന വരികയാണ്. അവിടെ വെറും കൈയോടല്ല വന്നിരിക്കുന്നത്. ഇതാ ശമൂവേൽ എന്ന ഒരു കുഞ്ഞിനെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. 1 ആണ്ട് മുമ്പോട്ട് പോയി. പക്ഷേ അവൾ പറയുകയാണ്, ഞാൻ ഇതിനാ കരഞ്ഞ്. വാഗ്ദത്തങ്ങൾ ഇവിടെയും നിറവേറണം. അങ്ങനെ ഒരു കാര്യം ദൈവം, സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു.